പ്രിയമുള്ളവരെ, പറയാനുള്ളതിൽ ഇന്ന് വീണ്ടും ഒരു സംവാദത്തെക്കുറിച്ചാണ്. സംവാദം കേരളത്തിൽ നടന്ന സംവാദമല്ല, ഒരു മലയാളി ലണ്ടനിൽ പോയി നടത്തിയ സംവാദമാണ്. ആരിഫ് ഹുസൈനും അദ്നാൻ റാഷിദി എന്ന ബ്രിട്ടീഷ് പൗരനും തമ്മിൽ നടന്ന ബ്രിട്ടനിലെ ഹൈഡ് പാർക്കിൽ നടന്ന ഒരു ലഘു എന്നാൽ വളരെ വലിയ പ്രാധാന്യമുള്ളതും ശ്രദ്ധ നേടിയതുമായ സംവാദത്തെക്കുറിച്ചാണ് പറയുന്നത്. വിപ്ലവം കയറ്റുമതി ചെയ്യുക എന്ന് പറയാറുണ്ട്. ആരിഫ് ഹുസൈനും എസൻസ് ഗ്ലോബലും അവരുടെ ഒപ്പമുള്ള എക്സ് മുസ്ലിങ്ങളുമൊക്കെ കേരളത്തിൽ വിപ്ലവം നടത്തി ഇനിയത് ആഗോളതലത്തിലേക്ക് കയറ്റുമതി ചെയ്യാൻ നടത്തിയ ശ്രമമായിരുന്നു ഈ ഹൈഡ് പാർക്ക് സംവാദം. പക്ഷെ അതിനെന്ത് സംഭവിച്ചു എന്ന് മലയാളികൾ സവിശേഷമായും ശ്രദ്ധിക്കുന്ന ലോകത്തുള്ള എല്ലാവരും പൊതുവിൽ തന്നെയും കണ്ട കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇതിനെ സംവാദമെന്നോ ആശയപ്രചരണമെന്നോ തത്വചിന്താപരമായ അന്വേഷണമെന്നോ ഒന്നും വിളിക്കാൻ കഴിയില്ല. മറിച്ചൊരു സാമൂഹിക വിരുദ്ധ പ്രവർത്തനം. ആ സാമൂഹിക വിരുദ്ധ പ്രവർത്തനത്തെ ആശയപരമായി ലണ്ടനിൽ വെച്ച് ചിലർ നേരിടുകയും പരാജയപ്പെടുത്തുകയും ചെയ്തു എന്ന് മാത്രമേ ഈ സംഭവത്തെ അടയാളപ്പെടുത്താൻ കഴിയുകയുള്ളൂ. മനുഷ്യർ മതങ്ങളിൽ വിശ്വസിക്കുന്നത്, യുക്തിവാദികളാവുന്നത്, കമ്മ്യൂണിസ്റ്റുകളായി തീരുന്നത്, ലിബറലുകളാവുന്നത് എല്ലാം, അല്ലെങ്കിൽ ഈ പറയപ്പെട്ട ആശയങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ശ്രമിക്കുന്നത് കൂടുതൽ മെച്ചപ്പെട്ട വ്യക്തികളെ സൃഷ്ടിക്കാനും കൂടുതൽ മെച്ചപ്പെട്ട സമൂഹത്തെ ഉണ്ടാക്കുവാനും വേണ്ടിയാണ്. ഈ നല്ല ഉദ്ദേശ്യത്തോടു കൂടിയുള്ള പല വഴിക്കുള്ള, പല രീതികളിലുള്ള, പലപ്പോഴും പരസ്പര വിരുദ്ധമൊക്കെയായ ശ്രമങ്ങളെയാണ് നമ്മൾ തത്വചിന്തകളെന്നും സാമൂഹിക പ്രവർത്തനമെന്നും രാഷ്ട്രീയ പ്രവർത്തനമെന്നുമൊക്കെ പറയുന്നത്. പക്ഷേ എസൻസ് ഗ്ലോബലും എക്സ് മുസ്ലിങ്ങളും ആരിഫ് ഹുസൈനും ഒന്നും നടത്തുന്നത് ഇത്തരത്തിലുള്ള എന്തെങ്കിലും തത്വചിന്തകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള അന്വേഷണങ്ങളോ ആ അന്വേഷണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള സാമൂഹിക പ്രവർത്തനങ്ങളോ അല്ല. മറിച്ച് ഇതൊന്ന് വിദ്വേഷ പ്രചാരണമാണ്. ഒരു സത്യസന്ധതയുമില്ലാത്ത വിദ്വേഷ പ്രചാരണം. യഥാർത്ഥത്തിൽ ഒരാൾ യുക്തിവാദിയാകുന്നത് മതം വേണ്ടത്ര വസ്തുനിഷ്ഠമല്ല, എൻ്റെ ജീവിതം കുറെ കൂടി വസ്തുനിഷ്ഠവും സത്യസന്ധവുമാകണം എന്നാലോചിച്ചിട്ടായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയുള്ളൊരു യുക്തിവാദത്തെ തീർച്ചയായും നമ്മൾ മുഖവിലക്കെടുക്കുകയും അവരുമായി സംവാദങ്ങളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യേണ്ടതാണ്. പക്ഷേ വളരെ ബോധപൂർവം കളവ് പറയുക എന്നതിൽ എന്ത് സത്യസന്ധതയാണ് ഉള്ളത്? അതിനെക്കുറിച്ച് ഞാൻ തുടർന്നും പറയാം. മറ്റൊന്ന്, മുസ്ലിങ്ങൾക്കെതിരെ ലോകത്ത് പൊതുവിലും ഇന്ത്യയിൽ സവിശേഷമായും നടക്കുന്ന ഒരു ജിനോസൈഡ് പ്രൊജക്റ്റ്, വംശ ഉന്മൂലന പദ്ധതി. ആ പദ്ധതിക്ക് ആശയപരവും സാംസ്കാരികവുമായ പശ്ചാത്തലമൊരുക്കി കൊടുക്കുക. ഇവർ നികൃഷ്ട ജീവികളാണ്. ഇപ്പോൾ മുസ്ലിങ്ങളെ കൂട്ടക്കൊല നടത്തണം എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ഒരു സാമാന്യ ബുദ്ധി ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അവർ നമ്മളെപ്പോലുള്ള മനുഷ്യരല്ലേ, അവരെ എന്തിന് കൂട്ടക്കൊല നടത്തണം എന്ന ഒരു ചോദ്യത്തിന് ഉത്തരം നൽകുക. അവർ നമ്മളെപ്പോലുള്ള മനുഷ്യരല്ല, അവർ വളരെ നികൃഷ്ടമായ കാര്യങ്ങൾ വിശ്വസിക്കുന്നവരും അത് അനുവർത്തിക്കുന്നവരും അത് അനുഷ്ഠിക്കുന്നവരും ആചരിക്കുന്നവരുമാണ് എന്ന ബോധം സൃഷ്ടിക്കുക എന്നതാണ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നാം, എന്നാൽ മുസ്ലിങ്ങൾ ഇസ്ലാമിനാണല്ലോ കുഴപ്പം, ഇസ്ലാം ഉപേക്ഷിച്ചാൽ പ്രശ്നം തീരുമല്ലോ. തീരുകയില്ല. കാരണം സൈനിസത്തെയും സംഘപരിവാറിനെയും സാമ്രാജ്യത്വത്തെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം, ലോകത്തിലെ എല്ലാ ഇസ്ലാമോഫോബുകളെ സംബന്ധിച്ചിടത്തോളവും ഇത് വംശീയമായ ഒരു പ്രശ്നമാണ്. ആരിഫ് ഹുസൈനെ പിന്തുണക്കുന്ന, ആരിഫ് ഹുസൈൻ ചവിട്ടി നിൽക്കുന്ന സംഘപരിവാരത്തെ സംബന്ധിച്ചിടത്തോളവും ആരിഫ് ഹുസൈൻ പോലും അവർ ടാർഗറ്റ് ചെയ്യുന്ന ഒരാളാണ്. അത് ഇപ്പോഴല്ല, പിന്നെയാണ് എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ വേട്ടക്ക് ആരിഫ് ഹുസൈനെയും കൂട്ടിപ്പിടിക്കുക, പിന്നീട് ആരിഫ് ഹുസൈനെയും എതിരിടുക അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്യുക എന്നതാണ് സംഘപരിവാറിൻ്റെ പദ്ധതി. ഒരാൾ ഇസ്ലാം ഉപേക്ഷിച്ചു, ഇസ്ലാം കുഴപ്പമുള്ളതാണെന്ന് പറയുന്നത് കൊണ്ട് പോലും മുസ്ലിങ്ങൾ രക്ഷപ്പെടാത്ത വംശീയമായ ഒരു ഉന്മൂലന പദ്ധതിയാണ്
പക്ഷേ അപ്പോഴും അത്ര വംശീയമല്ലാത്ത മനുഷ്യരുടെ മനസാക്ഷിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക, വംശീയ ഉന്മൂലനത്തിന് ആവശ്യമായ ഒരു പശ്ചാത്തലം ഒരുക്കുക എന്നതാണ് ഇത്തരം പ്രചാരണങ്ങളിലൂടെ എക്സ് മുസ്ലിങ്ങൾ, അതേപോലെ യുക്തിവാദികൾ അല്ലെങ്കിൽ നാസ്തികർ മുതലായ ലേബലൊട്ടിച്ചവർ യഥാർത്ഥത്തിൽ ശ്രമിക്കുന്നത്. മകളെ വിവാഹം കഴിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നുണ്ട് എന്നതായിരുന്നു ആരിഫ് ഹുസൈൻ്റെ വാദം. സൂറത്തുൻ നിസായിൽ വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യമാണ് ഹുജ്ജിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും വ ബനാത്തുക്കും. നിങ്ങളുടെ മാതാക്കളെയും നിങ്ങളുടെ പെൺകുട്ടികളെയും നിങ്ങൾക്ക് വിവാഹ കാര്യത്തിൽ നിഷിദ്ധമാക്കിയിരിക്കുന്നു. എത്രത്തോളം ഖുർആൻ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, നിങ്ങൾ വിവാഹം കഴിച്ച സ്ത്രീകളുടെ കുട്ടികളെ നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു. വറബായിബുക്കും, നിങ്ങളുടെ വളർത്തുപുത്രിമാർ. എങ്ങനെയുള്ള വളർത്തുപുത്രിമാർ? അല്ലത്തീഫി ഹുജൂരിക്കും മിൻ നിസായിക്കും, നിങ്ങളുടെ സംരക്ഷണത്തിലുള്ള നിങ്ങളുടെ സ്ത്രീകളുടെ, അല്ലത്തീ ദഖൽത്തും ബിഹിന്ന, നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ള സ്ത്രീകളുടെ കുട്ടികൾ, നിങ്ങൾ വളർത്തുന്ന ആ കുട്ടികളെയും നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടില്ല, പെൺകുട്ടി വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് ഇത്ര വ്യക്തതയിൽ ഖുർആൻ പറഞ്ഞിരിക്കെയാണ് ആരിഫ് ഹുസൈൻ ഖുർആനിലുണ്ട് എന്ന് പറയുന്നത്. അതും ലണ്ടനിൽ ചെന്നിട്ട് ഹൈഡ് പാർക്ക് പോലുള്ളൊരു സ്ഥലത്ത് ഒരു ഡിബേറ്റ് പ്ലാറ്റ്ഫോമിൽ. എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? അത് വിദ്വേഷ പ്രചരണം നടത്തുക, ഹെയ്റ്റ് ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് അതിനുള്ളത്. ഷാഫി മദ്ഹബിൽ ഇമാം ഷാഫി വ്യഭിചാരത്തിൽ ജനിച്ച കുട്ടികളെ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന ഒരു പ്രചാരണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ച ഇപ്പോൾ എത്തീസ്റ്റുകൾ തന്നെ ഒരു വിഭാഗം നടത്തുന്നുണ്ട്. അതിൻ്റെ പോലും അർത്ഥം എന്താണ്? വ്യഭിചാരത്തെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല, ലെജിറ്റിമൈസ് ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ ഒരു ലോജിക്കാണത്, നിയമപരമായ ഒരു ലോജിക്ക്. അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ സ്വന്തം കുട്ടികളല്ല, ഒരു നിയമഭാഷയാണ്. അപ്പോൾ അവരെ വേണമെങ്കിൽ വിവാഹം കഴിക്കാം, അത് നിഷിദ്ധമല്ല എന്ന് പറയുകയാണ്. പക്ഷേ അതിനെ ഇമാം ഷാഫിക്ക് മുമ്പും ശേഷവും ഇമാം ഷാഫിയുടെ മദ്ഹബിൽ തന്നെയുള്ള പണ്ഡിതന്മാരും ഒക്കെ എതിർത്തിട്ടുണ്ട് എന്ന് കാണാനും സാധിക്കും. അതുപോലും വ്യഭിചാരത്തോടുള്ള ഇസ്ലാമിൻ്റെ ഒരു കർക്കശ നിലപാട്, ഈ വാദം കേരളത്തിൽ ഇപ്പോൾ ശക്തമായി ഉയർത്തിക്കൊണ്ടുവരുന്നത് ഇ എ ജബ്ബാറാണ്. ഇ എ ജബ്ബാറിൻ്റെ തൊട്ടു മുമ്പുള്ള ഒരു സമയത്തെ പ്രധാനപ്പെട്ട വാദം ഇസ്ലാമിൽ വിവാഹമില്ല, പണം കൊടുത്ത് ഇടപാട് നടത്തൽ മാത്രമാണുള്ളത് എന്നത് ആയിരുന്നു. അപ്പോൾ വിവാഹം ഉണ്ട് എന്ന് ഇ എ ജബ്ബാർ തന്നെ ഇപ്പോൾ സമ്മതിക്കുന്നുണ്ടാകും. ഇതിനെ ഉയർത്തിപ്പിടിച്ച് പിന്നെ ആരിഫ് ഹുസൈൻ നടത്തുന്ന, ലണ്ടനിൽ ഇങ്ങനെയൊക്കെ എക്സ്പോസ്ഡായി വഷളായതിനു ശേഷവും നടത്തുന്ന വലിയ അപവാദ പ്രചരണങ്ങൾ ഉണ്ട്. പേപ്പട്ടി മതം എന്ന ഒരു തലക്കെട്ടോടുകൂടി സ്വന്തം മക്കളെ കൂട്ടി പൂശാമോ എന്നതിൽ പോലും പണ്ഡിതാഭിപ്രായം തേടുന്ന മതം എന്ന് ഒരു വാചകം ആരിഫ് ഹുസൈൻ ഫേസ്ബുക്കിൽ എഴുതിയത് കാണാൻ കഴിയും. അപ്പോൾ ഇതിന് യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ല എന്നും ഈ പറയുന്നതിലൊന്നും ഒരു സത്യസന്ധതയുമില്ല എന്നും താൻ പറഞ്ഞത് തെറ്റാണ് എന്ന് പറയാനോ ഒന്നും അദ്ദേഹം സന്നദ്ധമാകാത്തത് ഇത് വിദ്വേഷ പ്രചരണമാണ് എന്ന കാരണത്താൽ ആണ്. അപ്പോൾ സാമ്രാജ്യത്വവും സയനിസവും ഒക്കെ ഇത് ഇനി മറുഭാഗത്ത് നമ്മൾ എത്തീസ്റ്റുകളുടെ, അദ്ദേഹം നമ്മുടെ അദ്നാൻ റാഷിദി ചോദിക്കുന്നത് പോലെ എത്തീസ്റ്റുകളുടെ നിലപാട് എന്താണ് ഈ വിഷയത്തിൽ? ഇൻസെസ്റ്റ്, രക്തബന്ധുക്കളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നത് അദ്ദേഹം ചോദിക്കുന്നുണ്ടല്ലോ. അതിന് ആരിഫ് ഹുസൈൻ പറയുന്നത് തെറ്റാണ്. എന്തുകൊണ്ട് തെറ്റാണ്? ശാസ്ത്രീയമായി തെറ്റാണ്. അതിന് അദ്നാൻ റാഷിദി പറയുന്നുണ്ട്, ശാസ്ത്രം ഇതിൽ ഉത്തരം പറയുന്ന ഒന്നല്ലല്ലോ. ശാസ്ത്രം അങ്ങനെ ചെയ്താൽ എന്താണ് സംഭവിക്കുക? ഇതാണ് ശാസ്ത്രത്തിൻ്റെ മണ്ഡലം, അല്ലാതെ മൊറാലിറ്റിയുടെ റെഫറൻസ് അല്ല സയൻസ് എന്ന് പറയുന്നത്. ഇത് എത്തീസത്തിൻ്റെ തന്നെ വലിയൊരു പ്രതിസന്ധിയാണ്. അപ്പോൾ അഗമ്യഗമനം തെറ്റാണ് എന്ന് ഇസ്ലാം പറയുന്നതിന് വളരെ കൃത്യതയുള്ള അടിസ്ഥാനമുണ്ട്. ദൈവം അങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നതാണ്. എത്തീസ്റ്റുകൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ, അങ്ങനെ പറയുന്നുണ്ടോ ഇല്ലേ, അവർക്കത് എങ്ങനെയാണ് തെറ്റായ കാര്യമാകുന്നത്? അതിലൂടെ ഗർഭധാരണം നടന്ന് കുട്ടികൾ ഉണ്ടായാൽ ജനിതക പ്രശ്നം ഉണ്ടാകും. എല്ലാ ലൈംഗിക ബന്ധത്തിലും ഗർഭധാരണം നടക്കണമെന്നില്ലല്ലോ. അതിനെ തടഞ്ഞുകൊണ്ട് ലൈംഗിക ബന്ധങ്ങൾ നടത്താൻ സാധിക്കുമല്ലോ. എങ്കിൽ അങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ എന്താണ് പ്രശ്നമുള്ളത്? ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന രക്തബന്ധുക്കളായ ആണിനും പെണ്ണിനും അതിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലെങ്കിൽ അങ്ങനെ ഏർപ്പെടുന്നത് തെറ്റാണ് എന്ന് പഠിപ്പിക്കുന്ന എന്ത് പാഠമാണ് എത്തീസത്തിലുള്ളത് എന്ന ചോദ്യം ഇപ്പോഴും വളരെ പ്രധാനമായി നിലനിൽക്കുകയാണ്. അദ്ദേഹം ഉൾക്കൊള്ളുന്ന എസൻസ് ഗ്ലോബൽ
ആ സംഘടന 2019 കോഴിക്കോട് നടത്തിയ ലിറ്റ്മസ് 19 പരിപാടിയിൽ മനുപ്രസാദ് എന്ന് പറയുന്ന ആൾ നടത്തിയ കളിയാട്ടം എന്ന പരിപാടിയിൽ അവതരണത്തിൽ ഇൻസെസ്റ്റിന് അഥവാ രക്തബന്ധുക്കൾ തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിന് അഗമ്യഗമനത്തിന് ഒരു കുഴപ്പവുമില്ല, അത് വളരെ ശാസ്ത്രീയവും യുക്തിഭദ്രവുമാണ്, മനുഷ്യർക്ക് സ്വീകരിക്കാവുന്ന വേണ്ടവർക്ക് സ്വീകരിക്കാവുന്ന കാര്യമാണ് എന്ന് അവതരിപ്പിച്ചതും നമ്മൾ ഈ സമയത്ത് ഓർമ്മിക്കേണ്ടതാണ്. പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധത്തോടെ ഒരു കാരണവശാലും എതിർക്കേണ്ട കാര്യമില്ല, ഈവൻ ഇൻ ഇൻസെസ്റ്റ് സെക്സ്. അതുകൊണ്ട് തന്നെ എസൻസ് ഗ്ലോബലിനും സി രവീന്ദ്രനും ആരിഫ് ഹുസൈനുമൊന്നും ഈ കാര്യം തെറ്റാണെന്ന് ഒരഭിപ്രായവുമില്ലാത്ത ഒരു കാര്യമാണ് തെറ്റാണെന്ന് ഇസ്ലാമിൻ്റെ പേരിൽ ആരോപിക്കാൻ ശ്രമിക്കുന്നത്. ആ ആരോപണത്തിൻ്റെ പോലും ധാർമ്മികാടിത്തറ യുക്തിവാദത്തിൻ്റേതല്ല, നാസ്തികതയുടേതല്ല, മറിച്ച് ഇസ്ലാമിൻ്റേതും മതത്തിൻ്റേതുമാണ്. ഇസ്ലാമിൻ്റെ ധാർമ്മികത ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ മതത്തിൻ്റെ ധാർമ്മികതയുടെ മൂലധനത്തെ തന്നെ എടുത്തിട്ടാണ് ഇസ്ലാമിനെതിരെ ആക്രമണം നടത്താൻ ശ്രമിക്കുന്നത്. അല്ലാതെ അവരുടെ ആവനാഴിയിൽ അവരുടെ ഒരു മൂല്യബോധത്തിൻ്റെ അതിൻ്റെ കലക്ഷനിൽ ഒരിക്കലും അഗമ്യഗമനം തെറ്റാണ് എന്ന ഒരു കാര്യമില്ല എന്നതും മനസ്സിലാക്കേണ്ടതാണ്. ഇത് എന്താണ് എത്തീസം? വലിയ ധാർമ്മിക വിമർശനങ്ങൾ എവിടെ നിന്നെങ്കിലുമൊക്കെയോ പൊക്കിക്കൊണ്ടുവന്ന് മതത്തിനെതിരെയും ഇസ്ലാമിനെതിരെയും നടത്തുമ്പോൾ ഇതിൽ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? ഇനി ഇസ്ലാമിൽ ഇങ്ങനെ ഉണ്ട്, ഇത് മഹാപ്രശ്നമാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ ധാർമ്മിക അവകാശം ഉണ്ടാകണമെങ്കിൽ നിങ്ങളിത് തെറ്റാണെന്ന് പറയുന്നവരും ആ പറയുന്നതിന് നിങ്ങൾക്ക് നിങ്ങളുടേതായ ധാർമ്മികമായ ഒരു അടിത്തറയും ഉണ്ടായിരിക്കണമല്ലോ. ഇതാണ് സി രവീന്ദ്രനുമായിട്ട് 2023 കോഴിക്കോട് നടത്തിയ ധാർമ്മികതയെക്കുറിച്ച് സംവാദത്തിൽ ഞാൻ ഉന്നയിച്ച കാര്യം. അപ്പോൾ ആ ചോദ്യം നമ്മൾ വീണ്ടും ചോദിക്കുകയാണ്. എന്താണ് അദ്നാൻ റാഷിദ് ചോദിച്ചതുപോലെ എന്താണ് നിങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്? നിങ്ങൾക്കൊരു അടിസ്ഥാനവും ഇല്ലാതിരിക്കുകയാണ്. ഇസ്ലാമിന് വളരെ കൃത്യമായ അടിത്തറ ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുകയാണ് നിങ്ങൾ ഇസ്ലാമിന് ഭയങ്കരമായ ധാർമ്മിക കുഴപ്പങ്ങളുണ്ട് എന്ന് പറയാൻ ശ്രമിക്കുന്നത്. പിന്നെ ഇത് അടിസ്ഥാനപരമായി എത്തീസത്തിൻ്റെ, ഇത് ആരിഫ് ഹുസൈൻ്റെ മാത്രമായ എന്തോ ഒരു പ്രശ്നമല്ല. ഒരു തരത്തിലുള്ള അടിത്തറയും ഇല്ലാത്ത മതവിദ്വേഷം, ഇസ്ലാം മത വിരോധം മാത്രം പുലർത്തുന്ന വളരെ നിഷേധാത്മകമായ ഒരാശയ സംഹിതക്ക് സാമ്രാജ്യത്വത്തിൻ്റെയും സയനിസത്തിൻ്റെയും സംഘപരിവാറിൻ്റെയും ഒക്കെ ഇത്തരം മനുഷ്യവിരുദ്ധ പ്രോജക്റ്റുകളുടെ ഭാഗമായി പ്രവർത്തിക്കുക എന്ന വിധി മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നതും ഇതിനോട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്.